എങ്ങനെ വീണാലും നാലുകാലിലേ വീഴൂ. ഇത്തരക്കാർ ജീവിതത്തിൽ തോൽക്കാറേയില്ല, എന്നും ജയിക്കുകയുള്ളൂ. എന്നും എപ്പോഴും എങ്ങനെയും ജയിക്കുന്ന ഒരു മനുഷ്യന്റെ കഥാഖ്യാനം നിങ്ങളുടെ മുന്നിലെത്തുന്നു. രംഗത്ത് സർവശ്രീ വിവേക് വി നായർ, മോഹനൻ പാമ്പാടി, വിനോദ് പയ്യന്നൂർ. രചനയും സംവിധാനവും അഡ്വക്കേറ്റ് കെ വി മോഹനൻ. സ്റ്റുഡിയോ യൂണിറ്റി കാലിക്കറ്റ്. അവതരണം നക്ഷത്ര തിയേറ്റേഴ്സ് കോഴിക്കോട്. ബെറ്റ് കുമാരൻ. നാടകം ആരംഭിക്കുന്നതിന് മുമ്പായി വേദിയിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള എല്ലാ വെളിച്ചവും അണച്ച് ഞങ്ങളോട് സഹകരിക്കണമെന്ന് ഞങ്ങൾ വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ്. സമയം എത്രയായടോ? എന്റെ പൊന്ന് സാറേ, വാച്ച് നിന്നുപോയി. എടോ, സമയം 11 മണി കഴിഞ്ഞു. താൻ 1 മണിക്കൂർ ലേറ്റാ. സാറേ, ഞാൻ ഇന്നലത്തേക്കാളും നേരത്തെയാണ്. ഇന്നലെ ഞാൻ 1.5 മണിക്കൂറാണ് ലേറ്റ്. താൻ കൂടുതൽ വാചകടിക്കല്ലേ. അല്ല, താനെന്തിനാ ഈ ഫയൽ കട്ടൊക്കെ വീട്ടിലേക്ക് എടുക്കുന്നത്? എന്റെ സാറേ, തലാണല്ലാതെ എനിക്ക് ഉറക്കം വരൂല. അതിന് സാറേ, തലയ്ക്ക് വെക്കാനാണ് ഞാൻ അത് വീട്ടിലേക്ക് എടുത്ത് പോകുന്നത്. തല ചായ്ക്കാൻ ഇടമില്ലാത്തവരെ സഹായിക്കാനുള്ള ഫയലൊക്കെ തന്നെയാണല്ലോ സാറേ ഇത്. എടോ, ഞാനൊരു 100 വട്ടം തന്നോട് പറഞ്ഞിട്ടില്ലേ, നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ മാതൃക കാണിക്കണം. പെരുമാറ്റത്തിലും ചിട്ടയിലും കൃത്യനിഷ്ഠയിലും വെടിപ്പിലുമൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കണോടോ. എടോ, നമ്മുടെ വസ്ത്രധാരണ രീതി പോലും മറ്റുള്ളവരിൽ മതിപ്പുളവാക്കണം. ആഫീസിൽ വരുന്നവർക്ക് മതിപ്പും ശുഷ്കാന്തിയും നൽകുന്ന തരത്തിലാവണം നമ്മുടെ വസ്ത്രധാരണം. തനിക്ക് വല്ലതും മനസ്സിലായോ? ഒന്നുമില്ല. ഇന്ന് വിളിക്കാതെ കാര്യം പറടോ. സിബ് ഇട്ടിട്ടില്ല. സിബ്. ഓ, ശരി, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. സാറ് പറഞ്ഞ ശുഷ്കാന്തി അത് കൊള്ളാം. അതൊക്കെ പോട്ടെ. താൻ പോയി ചായ മേടിച്ചോണ്ട് വന്നേ. സാറേ, പഞ്ചാര. ആയിക്കോട്ടോ. പഞ്ചാര പാലമുട്ടായി ആർക്കു വേണം? ഹലോ, വടകര ഡിവിഷൻ ഓഫീസ് അല്ലേ? അതെ, വടകര ഡിവിഷൻ ഓഫീസാണ്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൈഷദൻ സദാനന്ദൻ സാറിനൊന്ന് കിട്ടുമോ? ഹലോ മിസ്റ്റർ നൈഷദൻ, ഇത് സദാനന്ദനാണോ സംസാരിക്കുന്നത്? സദാനന്ദൻ? എടോ, നമ്മൾ പണ്ട് ഡൽഹിയിൽ നിന്ന് പിരിഞ്ഞതാ. പിന്നെ ഒരു വിവരമില്ലല്ലോ മാഷേ. എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? തട്ടിമുട്ടിക്ക് അങ്ങനെ പോകുന്നു സദാനന്ദ. പിന്നെ എന്തൊക്കെയാ വേറെ വിശേഷങ്ങൾ അവിടെ? നല്ല വിശേഷങ്ങളാണ് നൈഷദ. സദാനന്ദ, ഞാൻ വിളിച്ചത് ഒരു കാര്യം പറയാനാണ്. എന്താ? ഇവിടെ നിന്ന് ഒരു UDC ട്രാൻസ്ഫർ ആയിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. കൊച്ചമ്മയാണോടോ? സദാനന്ദ, നീ അതൊന്നും വിട്ടിട്ടില്ലല്ലേ കൊച്ചു കൃഷ്ണ. പക്ഷെ ഈ UDC ലക്ഷണമൊത്ത ഒരു പുരുഷനാണ്. പുരുഷനാ? ഓ, ശരി. ആള് മലബാറിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. ഒരു ചെറിയ പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആണ്. അപ്പൊ ആള് നല്ല സൽസ്വഭാവിയാ. ആട്ടെ, ആള് കുഴപ്പക്കാരനാണോടോ? കുഴപ്പക്കാരനൊന്നുമല്ല, ചെറിയൊരു സൂക്കടുകാരനാ. ഒരു ബെറ്റ് രോഗി. ബെറ്റ് രോഗിയോ? അതെന്താ ഈ ബെറ്റ് രോഗം? അത്ര പ്രശ്നമാക്കാനില്ല. ആള് ഏത് കാര്യത്തിനും കേറി അങ്ങ് ബെറ്റ് വെക്കും. ഓ, അത്രേ ഉള്ളൂ അല്ലേ? ഏത് ബെറ്റ് വെച്ചാലും മൂപ്പരെ ജയിക്കൂ. ഇതുവരെ വെച്ച ബെറ്റിലൊന്നും മൂപ്പര് തോറ്റിട്ടില്ല. എന്റെ നൈഷദ, എന്നെ തനിക്കറിയാലോ. അവന്റെ ഒരു കളിയും എൻ്റെ അടുത്ത് നടക്കാൻ പോണില്ല. അവൻ ബെറ്റ് വെക്കേ കുടിക്കേ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. ആഫീസിനകത്ത് അതൊന്നും ഞാൻ സമ്മതിക്കൂല. എന്നാലും സദാനന്ദ, ബെറ്റിന്റെ കാര്യത്തിൽ അവനൊരു അഗ്രഗണ്യൻ തന്നെയാ. എന്റെ അറിവില് അവൻ വെച്ച ബെറ്റിലൊക്കെ അവൻ ജയിച്ചിട്ടേ ഉള്ളൂ. ഞാൻ തന്നോടൊന്ന് സൂചിപ്പിച്ചേ ഉള്ളൂ. എന്തായാലും അങ്ങോട്ട് വരട്ടെ. എന്താ പുള്ളിക്കാരന്റെ പേര്? ഗണേഷ് കുമാർ.
ബെറ്റ് കുമാരൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ശരി നൈഷതൻ, ഞാൻ കൈകാര്യം ചെയ്തോളാം. ശരി എന്നാല് ഓക്കെ. ബെറ്റേ, അതും ഈ സദാനന്ദനോട്. മേ കമിൻ സർ? യെസ്, കമോൺ, ഗെറ്റ് ഔട്ട്. കടന്നു വരൂ. ഗുഡ് മോർണിംഗ് സർ. ഞാൻ കൊട്ടാരക്കര ഡിവിഷനിൽ നിന്നും ട്രാൻസ്ഫർ ആയി വന്ന ഓ ഗണേഷ് കുമാർ. നൈഷതം വിളിച്ചു പറഞ്ഞിരുന്നു. ഓ സുന്ദരനാണല്ലോ. ഇതാ സാറേ എൻ്റെ റിലീവിംഗ് ഓർഡർ. മിസ്റ്റർ ഗണേഷ് കുമാർ, ഇന്ന് തന്നെ ജോയിൻ ചെയ്യുന്നുണ്ടോ അതോ എങ്ങനെയാ പരിപാടികളൊക്കെ? ഇന്ന് തന്നെ ചെയ്തേക്കാം സാർ. ശരി, ജോയിനിങ് റിപ്പോർട്ട് എഴുതി ജോയിൻ ചെയ്തോളൂ. ബൈ ദ വൈ മിസ്റ്റർ ഗണേഷ് കുമാർ, ഓഫീസ് കാര്യത്തിൽ ഞാൻ ഭയങ്കര കണിച്ചക്കാരനായിരിക്കും. കൃത്യസമയത്ത് ഓഫീസിൽ വന്നിരിക്കണം. ഡ്യൂട്ടി ചെയ്യാൻ പറഞ്ഞാൽ ഡ്യൂട്ടി ചെയ്തിരിക്കണം. ഡ്യൂട്ടി സമയത്ത് ഡ്യൂട്ടി മാത്രം, മറ്റൊന്നും പാടില്ല. ഡ്യൂട്ടിയിൽ ഒരു വിട്ടുവീഴ്ചയും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. വീഴ്ച വരുത്തിയാൽ ഞാൻ മഹാപിശകായിരിക്കും. മനസ്സിലായോ മിസ്റ്റർ ഗണേഷ് കുമാർ? ഒപ്പിട്ടോളൂ. ബൈ ദ വൈ മിസ്റ്റർ ഗണേഷ് കുമാർ, തന്നെ പറ്റി കേട്ടിരുന്നു. താൻ വലിയ ബെറ്റുകാരനാണെന്നോ, താൻ എല്ലാവരോടും കയറി ബെറ്റ് വെക്കുന്നോ, ബെറ്റ് വെച്ചാൽ താൻ മാത്രമേ ജയിക്കുള്ളൂ എന്നൊക്കെ കേട്ടല്ലോടോ ഗണേശ. എന്റെ പൊന്നു സാറേ, എനിക്ക് അങ്ങനെ ബെറ്റ് വെക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല. പിന്നെ മറ്റുള്ളവർ എന്നെ കൊണ്ട് ബെറ്റ് വെപ്പിക്കുന്നതാ എന്റെ പൊന്നു സാറേ. അപ്പൊ താനായിട്ട് വെക്കാറില്ല, മറ്റുള്ളവർ തന്നെ കൊണ്ട് വെപ്പിക്കുകയാണ് ബെറ്റ്. മിസ്റ്റർ ഗണേഷ് കുമാർ, താൻ ആരായാലും കൊള്ളാം, ഏത് കോത്താഴത്തെ ബെറ്റ് കുമാറായാലും കൊള്ളാം, ഈ ഓഫീസിൽ ബെറ്റ് എന്നൊരു വാക്ക് കേട്ടുപോകരുത്. നെവർ ടോക്ക് ദ വേർഡ് ബെറ്റ്. If I happen to hear such word, Ganesh Kumar, I will shoot you. എന്റെ പൊന്നു സാറേ, ഈ ബെറ്റ് വെക്കാനൊന്നും എനിക്കൊരു യാതൊരു താല്പര്യമില്ല. എല്ലാവരും കൂടി ബെറ്റ് വെപ്പിക്കുന്നതാ സാറേ. സാറേ, ഇപ്പൊ സാറിന്റെ പുറത്തൊരു മറുകുണ്ടെന്ന് പറഞ്ഞാൽ സാറ് സമ്മതിക്കുമോ? എന്താ എന്റെ പുറത്ത് മറുകുണ്ടെന്നാ? എടോ, എന്റെ പുറത്ത് മറുകൊന്നുമില്ല. ഉണ്ട് സാറേ, സാറിന്റെ പുറത്തൊരു മറുകുണ്ട്. മിസ്റ്റർ ഗണേഷ് കുമാർ, എന്റെ പുറത്ത് മറുകില്ല. താൻ വെറുതെ തന്റെ കളി എന്റെ അടുത്ത് എടുക്കാൻ നിൽക്കണ്ട. എന്റെ പുറത്ത് മറുകുമില്ല, ഒരു കുറുകുമില്ല. ഉണ്ട് സാറേ, സാറിന്റെ പുറത്ത് വലിയൊരു മറുകുണ്ട്. എന്റെ പുറത്ത് മറുകില്ലടോ. മറുകുണ്ട് സാറേ. മിസ്റ്റർ ഗണേഷ് കുമാർ, you are talking the same nonsense for the last so many hours. There is no mark on my back. You are talking utter nonsense, bloody fool. ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും മറുക് തന്നെയാ സാറേ. എടോ ഗണേഷ് കുമാർ, ഞാനൊരു 100 വട്ടം പറയുന്നു, എന്റെ പുറത്ത് മറുകില്ല, മറുകില്ല, മറുകില്ല. ഉണ്ടെന്ന് ഞാൻ 1000 വട്ടം പറയും. ബെറ്റുണ്ടോടാ തെണ്ടി? എന്റെ പുറത്ത് മറുകുണ്ടെന്ന് പറഞ്ഞ് ബെറ്റ് വെക്കാണ്ടോടാ തെണ്ടി? സാറിന്റെ പുറത്ത് മറുകില്ലെന്ന് പറഞ്ഞ് ബെറ്റ് വെക്കാൻ സാറ് തയ്യാറാണോ? ഈടോ ഊശാട്ടെ, വാചകം ഓടിക്കാതെ ബെറ്റ് വെക്കടാ. എന്റെ പുറത്ത് മറുകില്ല. 5000 രൂപയ്ക്ക് ബെറ്റ് വെക്കാൻ ഈ സദാനന്ദൻ തയ്യാറാണടാ. ധൈര്യമുണ്ടെങ്കിൽ ബെറ്റ് വെക്കടാ എരപ്പേ. സാറിന് നിർബന്ധമാണോ? എങ്കിൽ ഞാൻ ബെറ്റ് വെക്കാം. വാചകം ഓടിക്കാതെ കാശ് വെക്കടാ തെണ്ടി. ഇതാ കാശ്. സാറിന്റെ പുറത്ത് മറുകുണ്ട്. മറുക് അല്ലേ? മറുകുണ്ടോ ഇല്ലയോ എന്ന് ഞാനിപ്പോ കാണിച്ചു തരാം. എവിടാ ബെറ്റ് എന്നൊക്കെ പറഞ്ഞ് എന്റെ മേക്കെട്ട് കയറാൻ വന്നാൽ ഞാൻ നിന്നെ കളി പഠിപ്പിക്കും ഗണേശ. എവിടെയാടാ മറുക്? കാണിച്ചതാടാ, എന്റെ പുറത്തുള്ള മറുക് കാണിച്ചതാടാ. എടാ, എന്റെ പുറത്തുള്ള മറുക് കാണിച്ചു താടാ. എവിടെയാടാ മറുക്? കാണിക്ക്. മറുക്
മറുക് ഇതാ മറുക് ഇവിടെ എവിടെ എവിടെ ഇതാ സാറേ മറുക്. എവിടെ 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 കാണിച്ചതാടാ? എന്റെ പുറത്തുള്ള മറുക് കാണിച്ചതാടാ. മറുകില്ല സാർ. ഒരബദ്ധം ആർക്കും. എടാ സദാനന്ദനോടാണോടാ നിന്റെ കളി? കാണിക്കടാ മറുക്, കാണിക്കടാ, എന്റെ പുറത്തുള്ള മറുക് കാണിക്കടാ. മറുകില്ല സാർ, ഒരബദ്ധം ആർക്കും. മോനെ ഗണേശ, ബെറ്റൊക്കെ നിർത്തി നീ നേരെ ജോലി ചെയ്യാൻ നോക്ക്. എടാ ഗണേശ, നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ നിന്റെ ആപ്പൂപ്പ കളി എന്നോട് വേണ്ടാന്ന്. ഇതേ ഇനം വേറെയാ മോനെ. ഐ ആം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സദാനന്ദൻ. നൗ യു അണ്ടർസ്റ്റാൻഡ് മിസ്റ്റർ ഗണേഷ് കുമാർ? മനസ്സിലായി എന്റെ പൊന്നു സദാനന്ദൻ സാറേ. ഗണേശൻ, ബെറ്റ് ഗണേശൻ, ബെറ്റ് വെച്ചാൽ എല്ലാവരെയും തോപ്പിക്കുന്ന ബെറ്റ് ഗണേശൻ. ഓ, എന്തൊക്കെയായിരുന്നു പൂരം! ഇവനെക്കുറിച്ച് വാതോരാതെ പറഞ്ഞൊരു കുഞ്ഞാണനുണ്ടല്ലോ, നൈഷതൻ. എന്തൊക്കെയാണാവോ അവൻ പറഞ്ഞത്? ഗണേശൻ ബെറ്റ് വയ്ക്കും, എല്ലാവരെയും തോൽപ്പിക്കും, ഇതുവരെ ആരെയും തോൽപ്പിച്ചിട്ടില്ല. ഞാൻ ഇവനെ തോൽപ്പിച്ച കാര്യം അവനോട് വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. ഹലോ ഹലോ, നമ്മുടെ നൈഷൻ സാറിനൊന്ന് കിട്ടുമോ? സദാനന്ദ, നൈഷതൻ തന്നെയാ. പറഞ്ഞോ, എന്താ പ്രത്യേകിച്ച്? എടോ, താനിവിടെ ജോയിൻ ചെയ്യാൻ ഒരാളെ അയച്ചില്ലേ, ഒരു ഗണേഷ് കുമാർ. എന്റെ ആളങ്ങോട്ട് എത്തിയില്ലേ? ആളൊക്കെ എത്തി, ജോയിൻ ചെയ്യുകയും ചെയ്തു. ഹോ, താൻ എന്തൊക്കെയാണോ അവനെക്കുറിച്ച് പറഞ്ഞത്? അവൻ ഭയങ്കര ബെറ്റ് വീരനാണ്, ബെറ്റ് വെച്ചാൽ അവനെ ജയിക്കത്തുള്ളൂ, അവനെ ആർക്കും തോൽപ്പിക്കാനൊക്കത്തില്ല എന്നൊക്കെയല്ലടോ താൻ എന്നോട് പറഞ്ഞത്. അതെ, എന്നിട്ട് എന്താ ഉണ്ടായേ? എന്നാ താൻ ഞെട്ടാൻ തയ്യാറായിക്കോ നൈഷതാ. എടോ, ഞാനും അവനും തമ്മിൽ 5000 രൂപയ്ക്ക് ബെറ്റ് വെച്ചു. ബെറ്റ് വെച്ചോ? ബെറ്റ് വെച്ചടോ. എന്നിട്ടേ ഈ സദാനന്ദൻ ജയിച്ചു. നിന്റെ ബെറ്റ് കുമാരിത ദയനീയമായി തോറ്റ് വിടാതെ ഇവിടെ ഇരിപ്പുണ്ട്. അടിപൊളി. എന്ത് ബെറ്റാ സദാനന്ദ നിങ്ങൾ വെച്ചേ? എടോ, ആ ഊച്ചാളി ഗണേഷ് കുമാർ എന്നോട് പറയുക എൻ്റെ പുറത്തൊരു മറുകുണ്ടെന്ന്. എൻ്റെ പുറത്ത് അങ്ങനെ ഒരു മറുകില്ലാന്ന് നിനക്കറിയാലോ നൈഷതാ. പിന്നല്ലേ. ഞാൻ വിടുവോ? അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് 5000 രൂപയ്ക്ക് ബെറ്റ് വെച്ചു. എൻ്റെ കോട്ടും ഷർട്ടും ഒക്കെ ഊരി നോക്കിയപ്പോൾ നൈഷത എവിടെ മറുക്? നിന്റെ ഗണേഷ് കുമാർ തോറ്റടോ നൈഷത, ദയനീയമായി തോറ്റിതാ ഇവിടെ ഇരിപ്പുണ്ടടോ. ഈശ്വര, നിങ്ങൾ ഷർട്ടും കോട്ടും ഊരിയോ? കോട്ടും ഷർട്ടും ഒക്കെ അഴിച്ചടോ. എന്നിട്ട് അവന് കാണിച്ചു കൊടുത്തു എൻ്റെ പുറം. അവൻ പുറം മുഴുവൻ അരിച്ചു പെറുക്കി. എന്നിട്ട് എവിടെ മറുക്? എൻ്റെ പുറത്ത് മറുകില്ല. അങ്ങനെ നൈഷത, ആ ബെറ്റിൽ ഞാൻ ജയിച്ചടോ നൈഷത, ഞാൻ ജയിച്ചു. ചതിച്ചല്ലോ സദാനന്ദ. കോട്ടും ഷർട്ടും അഴിച്ചാൽ എങ്ങനെയാ നൈഷത ചതിയാകുന്നത്? എടോ, പറ. ജോയിൻ ചെയ്യുന്ന അതേ ദിവസം തന്റെ ഷർട്ടും കോട്ടും അഴിപ്പിക്കുമെന്ന് പറഞ്ഞ് 10000 രൂപയ്ക്ക് എന്നോട് ബെറ്റ് വെച്ചിട്ടാണ് അവൻ അങ്ങോട്ട് വണ്ടി കയറി വന്നത്. എടോ നൈഷത, തനിക്കിത് എന്നോട് നേരത്തെ ഒന്ന് പറഞ്ഞുകൂടായിരുന്നോടോ? സദാനന്ദ, ബെറ്റിലൊക്കെ ഒരു എത്തിക്സ് ഇല്ലടോ. ഈ ബെറ്റ് എന്ന് പറയുന്ന വാക്ക് കണ്ടുപിടിച്ചവനെ എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഞെരിച്ച് ഞെരിച്ച് കൊല്ലുമായിരുന്നു. സാർ, ചായ. എന്താ സാറേ, സുഖല്ലേ? ഒന്നുമില്ലടോ. സാർ, എന്തേലും ഗുളിക എന്താ വാങ്ങണോ? ഗുളികയൊന്നും വേണ്ടോ ഗോപാല. നീ കാലത്ത് വന്നപ്പോൾ ഞാൻ നിന്നെ കുറേ ചീത്ത പറഞ്ഞു. ഞാൻ വല്ലാത്തൊരു മൂഡിലായിരുന്നു ഗോപാല. നീ എന്നോട് ക്ഷമിക്കുക ഗോപാല. ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഞാൻ ഇന്നു മുതൽ ആരെയും ചീത്ത പറയില്ല. നീ ആഫീസിൽ വൈകി വന്നാലും കൊള്ളാം, വന്നില്ലെങ്കിൽ കൊള്ളാം, ചായ മേടിക്കാൻ പോയാലും കൊള്ളാം, എന്ത് പോക്കരുതരം കാണിച്ചാലും കൊള്ളാം, നിന്നെ ഞാൻ ചീത്ത പറയില്ല ഗോപാല. ഇനി നിന്നെ ഞാൻ ഒരിക്കലും ഒരിക്കലും ചീത്ത പറയില്ല. ശരിയാണോ സാർ? സത്യമായിട്ടും ശരിയാണ്. സത്യമായിട്ടും? ഗോപാല, മുത്തപ്പനാണ് സത്യം.
ഇനി ഞാൻ നിന്നെ ചീത്ത പറയുകയേയില്ല. എന്നാ എൻ്റെ സാറേ, എൻ്റെ മുത്തപ്പനാണ്, എൻ്റെ അമ്മയാണ്, എൻ്റെ അച്ഛനാണ്, എൻ്റെ ഏക മകൾ ബിന്ദുവാണ്. എൻ്റെ തലയിൽ കൈവച്ച് ഞാൻ സത്യം ചെയ്യുവാൻ സാർ, ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ ഞാൻ സാറിന് കൊണ്ടുവരുന്ന ചായയിൽ തുപ്പിടില്ല സാർ. ഈ നാടകം ഇവിടെ അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് അവസരമൊരുക്കി തന്ന PVS ഫ്ലാറ്റ് ഓണേഴ്സ് ഭാരവാഹികളോട് ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദിയും കടപ്പാടുകളും ഇവിടെ രേഖപ്പെടുത്തുകയാണ്.